വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് 2026 പബ്ലിക് എക്സാം അടുത്തുവല്ലോ. പ്ലസ് ടു എക്കണോമിക്സിൽ ഓരോ ചാപ്റ്റേഴ്സിനുള്ള വെയിറ്റേജും ഓരോ ചാപ്റ്റേഴ്സിനും ഈ പബ്ലിക് എക്സാമിന് 2026 പബ്ലിക് എക്സാമിന് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓരോ ചാപ്റ്റേഴ്സിനും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ലാസ്സിന് വേണ്ടി ഇനിയുള്ള ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. നമുക്കറിയാം, പ്ലസ് ടു എക്കണോമിക്സിൽ നമുക്ക് എക്കണോമിക്സിൻ്റെ രണ്ട് ബ്രാഞ്ചുകളാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വണ്ണ് മൈക്രോ എക്കണോമിക്സ് ആൻഡ് സെക്കൻഡ് വൺ മാക്രോ എക്കണോമിക്സ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മൈക്രോ എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട 5 ചാപ്റ്ററിൽ ഏതൊക്കെ ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാക്രോ എക്കണോമിക്സിലെ ഓരോ ചാപ്റ്റേഴ്സും ആ ചാപ്റ്റേഴ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ക്ലാസ്സിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ 5 പ്രധാനപ്പെട്ട ചാപ്റ്ററും ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജും ആ ചാപ്റ്ററിന് പ്രീവിയസ് ഇയർ എക്സാമിനേഷനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ഇനി പബ്ലിക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇൻട്രഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഈ ഒരു ചാപ്റ്ററിന് 4 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. പൊതുവേ 4 മാർക്കിനൊക്കെയാണ് ഈ ചാപ്റ്ററിന്, മിനിമം ഒരു 4 മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സെക്കൻഡ് ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. പ്രത്യേകിച്ച് പ്ലസ് ടു എക്കണോമിക്സിലെ എസ് എ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നൊരു ചാപ്റ്ററാണ്. എസ് എ ക്വസ്റ്റ്യൻ വരുന്നൊരു ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ദെൻ തേർഡ് ചാപ്റ്റർ, ഈ ഒരു തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 12 മാർക്കാണ് കേട്ടോ. അപ്പോൾ മിനിമം ഒരു 12 മാർക്കിനൊക്കെ ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ തേർഡ് ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിന് 8 മാർക്കിനൊക്കെയാണ് പരീക്ഷയ്ക്ക് പൊതുവേ ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ദെൻ ഫോർത്ത് ചാപ്റ്റർ തിയറി ഓഫ് ഫേംസ് ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ ഒരു ചാപ്റ്ററിന് 10 മാർക്കാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ചാപ്റ്ററായ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്ററാണ്, മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നൊരു ചാപ്റ്ററാണ് തിയറി ഓഫ് ഫേംസ് ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദെൻ ഫിഫ്ത്ത് ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ഈ ഒരു ചാപ്റ്ററിന് 6 മാർക്കിനാണ് വെയിറ്റേജ് കൊടുത്തിട്ടുള്ളത്. 6 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. മുന്നത്തെ വർഷം വരെ മൈക്രോ എക്കണോമിക്സിൽ 6 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഈ ഒരു 2020 അക്കാഡമിക് ഇയറിൽ സ്കീം ഓഫ് വർക്ക് പ്രകാരം മൈക്രോ എക്കണോമിക്സിൽ 5 ചാപ്റ്ററുകളേ ഉള്ളൂ. അപ്പോൾ ഈ 5 ചാപ്റ്റേഴ്സും കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ നന്നായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്കിനി ഓരോ ചാപ്റ്റേഴ്സും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസാണ് നമ്മളിനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്. സോ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു ഇൻട്രഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിന് എല്ലാ എക്സാമിനേഷൻ പേപ്പറിലും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. സമ്പദ് വ്യവസ്ഥ നേരിടുന്ന കേന്ദ്ര പ്രശ്നങ്ങൾ. ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, വാട്ട് പ്രൊഡ്യൂസ്, വാട്ട് ക്വാണ്ടിറ്റീസ് ടു ബി പ്രൊഡ്യൂസ്. ആ ഒരു 3 ക്വസ്റ്റ്യനാണ് ഇവിടെ നമ്മൾ ആൻസർ ആയിട്ട് എഴുതി വെക്കേണ്ടത്, സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കോണമി. ദെൻ അത് 4 മാർക്കിന് വരെയൊക്കെ ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് വണ്ണാണ് ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സും അതുപോലെ മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്, അതും ഒരു 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. പിന്നീട് മറ്റൊന്നാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, ഉൽപ്പാദന സാധ്യത വക്രത്തിനെ പറ്റി.
പ്രൊഡക്ഷൻ പോസിബിലിറ്റി, ഇനി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും വരാറുണ്ട്. ക്വസ്റ്റ്യനിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കൊടുത്തിട്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള ബിന്ദുവും അതിൻ്റെ മുകളിലുള്ള ബിന്ദുവും അതിൻ്റെ താഴെയുള്ള ബിന്ദുവും സൂചിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്, അത് ഡ്രോ ചെയ്യാനും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. സോ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു പോവുക. ദെൻ സെക്കൻഡ് ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ മൈക്രോ എക്കണോമിക്സിൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ. ഒരുപാട് തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ. ഈ ഒരു ചാപ്റ്ററിൽ 2 തൊട്ട് 3 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് കാൽക്കുലേഷൻ ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, 2 തൊട്ട് 3 മാർക്കിന് വരെ ചോദിക്കാം. ദെൻ ഇൻഡിഫറൻസ് കർവ് ഡ്രോ ചെയ്യാനും എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്, അത് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇൻഡിഫറൻസ് കർവിൻ്റെ നിസ്സംഗത വക്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, സവിശേഷത എന്തൊക്കെയാണ്, അതൊരു 2 തൊട്ട് 3 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ കൺസ്യൂമർ ഇക്വിലിബ്രിയം, ഒരു ഉപഭോക്താവിന് സന്തുലിതാവസ്ഥ ലഭിക്കുന്നത് എപ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ട ഗ്രാഫും വരയ്ക്കാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതൊരു 6 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. പിന്നെ ഈ ചാപ്റ്ററിന് എസ് എ ക്വസ്റ്റ്യനായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യന്. നമുക്കൊരു കൺസ്യൂമറുടെ ഇൻകം തരും, പ്രൊഡക്റ്റ് 1ൻ്റെ പ്രൈസ് തരും, പ്രൊഡക്റ്റ് 2ൻ്റെ പ്രൈസ് തരും, അത് വെച്ചിട്ട് ബഡ്ജറ്റ് ലൈൻ ഡ്രോ ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനൊക്കെ 8 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന് ബഡ്ജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ 8 മാർക്കിന് ചോദിച്ചിട്ടില്ലെങ്കിൽ 8 മാർക്കിന് പിന്നെ ചോദിക്കാൻ ഈ ചാപ്റ്ററിന് സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ് എക്സ്പ്ലെയിൻ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ്, വ്യത്യസ്ത തരത്തിലുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ പറ്റിയും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ മിനിമം ഒരു 12 മാർക്ക് ഷുവറായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരും. നന്നായിട്ട് പഠിച്ചു പോയി ഈ ചാപ്റ്റർ. ദെൻ തേർഡ് ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് TP, AP, MP, ടോട്ടൽ പ്രൊഡക്റ്റ്, ആവറേജ് പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ്. ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദെൻ അതുപോലെ തന്നെ അത് 4 മാർക്കിനാണ് ചോദിക്കാറുള്ളത്, അപ് ടു 4 മാർക്ക് വരെ ചോദിക്കാം. ദെൻ നെക്സ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഒരു 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു തിയറി ക്വസ്റ്റ്യനാണ് ഈ ചാപ്റ്ററിന്. ദെൻ നെക്സ്റ്റ് വൺ എസ് എ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഈ ഒരു ചാപ്റ്ററിന് പബ്ലിക് എക്സാമിനൊക്കെ നിരന്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് 4 തൊട്ട് 8 മാർക്ക് വരെ ചോദിക്കാം. അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് TVC, AFC, MC, AC, TFC പോലെ കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടെത്താനുള്ള ക്വസ്റ്റ്യന് 8 മാർക്കിന് എസ് എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ TVC, AC, AFC പോലുള്ള കോസ്റ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂടുതൽ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് പൊതുവേ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ചാപ്റ്ററാണ് 4th ചാപ്റ്ററാണ് തിയറി ഓഫ് ഫേം ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഈ ഒരു ചാപ്റ്ററിന് തിയറി ഓഫ് ഫേംസ് ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈയെ പ്രധാനത്തിന് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്. അതൊരു 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ദ നെക്സ്റ്റ് വൺ ഡിഫറൻസ് ബിറ്റ്വീൻ ഷട്ട് ഡൗൺ പോയിൻ്റ് ആൻഡ് ബ്രേക്ക് ഇവൻ പോയിൻ്റ്. ഷട്ട് ഡൗൺ പോയിൻറ്റും അതുപോലെ ബ്രേക്ക് ഇവൻ പോയിൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ 2 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ എന്താണ് ഷട്ട് ഡൗൺ പോയിൻറ്റ്, അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ഇവൻ പോയിൻറ്റ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യന് പ്രതീക്ഷിക്കാം. ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്
ദ ഫേം വിഷസ് ടു മാക്സിമൈസ് ഇറ്റ്സ് പ്രോഫിറ്റ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഓപ്ഷന് ഐഡൻറ്റിഫൈ ദ കണ്ടീഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ ഒരു ഫേം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എപ്പോഴാണ്, അതുമായി ബന്ധപ്പെട്ട ഡയഗ്രാം വരയ്ക്കാനായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ അതിൽ തന്നെ ബി സബ് ടൈപ്പ് ക്വസ്റ്റ്യന് എക്സ്പ്ലെയിൻ ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേം ഇൻ ഷോർട്ട് റൺ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ മാർക്കറ്റിലുള്ള ഒരു ഫേം ഷോർട്ട് റണ്ണിൽ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. ദെൻ ഓപ്ഷൻ സി, ഇൻ ദ ലോങ് റൺ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേം ഏൺസ് നോർമൽ പ്രോഫിറ്റ്. ഡു യു എഗ്രി വിത്ത് ദിസ്? ഗ്രാഫിക്കലി സബ്സ്റ്റാൻഷിനേറ്റ്. ഒരു പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലെ ഒരു ഫേം ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ആയിരിക്കും ഏൺ ചെയ്യുക. ഇത് ഈ ഒരു പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അത് സാധൂകരിക്കാനും ചോദിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു 8 മാർക്കിന് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ചാപ്റ്ററിന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, തിയറി ഓഫ് ഫേംസ് ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ദെൻ പിന്നീട് മൈക്രോ എക്കണോമിക്സിലെ 5th ചാപ്റ്ററാണ്, ലാസ്റ്റ് ചാപ്റ്ററാണ് മാർക്കറ്റ് ഇക്വിലിബ്രിയം. സോ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിന് 2 തൊട്ട് 4 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. എക്സ്പ്ലെയിൻ പ്രൈസ് സീലിംഗ്, ഇല്ലുസ്ട്രേറ്റ് വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. പ്രൈസ് സീലിങ്ങിനെ പറ്റി ചോദിക്കും, അതുമായി ബന്ധപ്പെട്ട ഡയഗ്രാം വരയ്ക്കാനായിട്ടും ചോദിക്കും. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഫ്ലോർ പ്രൈസ്, ഇല്ലുസ്ട്രേറ്റ് വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം. പ്രൈസ് സീലിങ്ങിനെ പറ്റി ചോദിച്ച പോലെ തന്നെ ഫ്ലോർ പ്രൈസിനെ പറ്റിയും ചോദിക്കാം, അതുമായി ബന്ധപ്പെട്ട ഗ്രാഫും വരയ്ക്കാനായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതൊരു 2 തൊട്ട് 4 മാർക്കിന് വരെയാണ് ചോദിക്കേണ്ടത്. ഒന്നല്ലെങ്കിൽ പ്രൈസ് സീലിംഗ് അല്ലെങ്കിൽ ഫ്ലോർ പ്രൈസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്, ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വേഷൻ ഓഫ് എ കമ്മോഡിറ്റി ഇൻ എ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആർ ഗിവൺ ബിലോ. നമുക്ക് പിന്നെ ഡിമാൻഡും സപ്ലൈയുമായി ബന്ധപ്പെട്ടൊരു ഇക്വേഷൻ താഴെ കൊടുത്തിരിക്കുന്നു. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇക്വിലിബ്രിയം പ്രൈസ് കണ്ടെത്താൻ, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി കണ്ടെത്താൻ, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം ഡ്രോ ചെയ്യാനും പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യന് 4 തൊട്ട് 6 മാർക്കിന് വരെ ഈ ഒരു ചാപ്റ്ററിന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇത്രയാണ് നിങ്ങൾ ഈ ഒരു മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ പ്രധാനമായിട്ട് ഓരോ ചാപ്റ്ററിന് നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. സോ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന വീഡിയോ നമ്മൾ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്നുള്ള വീഡിയോയ്ക്കായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു സോ മച്ച്.